വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വയലിൽ കണ്ടു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. കടുവ വയലിലൂടെ ഓടുന്ന ദൃശ്യങ്ങൾ മീഡിയ വൺ ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടി അതിസാഹസികമായി തന്നെ പകർത്തി. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. കണ്ടോളി 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 ഫൈസലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ബബീഷ് കക്കോടി അതിസാഹസികമായി തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ ആ കടുവയെ കാണുമ്പോൾ തന്നെ വളരെയേറെ ഭീതി പടരുന്നുണ്ട്. ഒന്നാമതേ അത് പ്രദേശത്ത് വലിയ തരത്തിൽ ഭീതി പടർത്തിയ ഒരു കടുവയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നു. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ? അജി, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇത്ര നേരം റെസ്റ്റിലായിരുന്ന കടുവയെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മുടെ വയനാട് ക്യാമറമാൻ ബബീഷ് കക്കോടി പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളെ ഒരു 20 അടി ദൂരത്തിൽ നിന്നുമാണ് ഈ കടുവ ജനവാസ മേഖലയിലൂടെ ഓടുന്ന ഒരു ദൃശ്യം ബബീഷ് കക്കോടി പകർത്തിയത്. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ആളുകളെയൊക്കെ തന്നെ മാറ്റുകയായിരുന്നു. ഇപ്പോഴും ഈ ഒരു കടുവ ഈ ജനവാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളുള്ളത് ചീക്കല്ലൂരിലെ പുളിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ പുളിക്കൽ വയലിലാണ് ഇന്ന് ഉച്ചയോടുകൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. തുടർന്ന് വനവകുപ്പിന്റെ സംഘം ഈ ഒരു ഭാഗത്ത് തമ്പടിക്കുകയും കൃത്യമായിക്കൊണ്ട് കടുവയെ നിരീക്ഷിക്കുകയും ചെയ്തു വരികയായിരുന്നു. വൈകിട്ട് വരെ ഒരു 6:30 വരെ ഈ കടുവ കൃത്യമായിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കടുവ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള നീർവാരം വനമേഖലയിലേക്ക് ഈ കടുവയെ തുരത്തുക എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ മുമ്പിലുള്ള ആദ്യത്തെ ദൗത്യം. അതിന് തന്നെയാണ് അതിന് ശ്രമിച്ചത്. 7 മണിയോടുകൂടി പടക്കം പൊട്ടിക്കാൻ ആരംഭിച്ചു. കടുവ കൃത്യമായിക്കൊണ്ട് തന്നെ ഈ റോഡ് മറികടന്നുകൊണ്ട് തൊട്ടടുത്ത വയലിലേക്ക് പോയി വീണ്ടും ആ റോഡ് മുറിച്ചു കടന്ന് ആദ്യം ഉണ്ടായിരുന്ന അതേ പ്രദേശത്ത് തന്നെ എത്തുകയും കുറച്ചു നേരം അവിടെ നിൽക്കുകയും ചെയ്തു. തുടർന്ന് പടക്കം പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കടുവ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വയലിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് കടുവയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പടക്കം പൊട്ടിക്കുന്ന നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ കാട് കയറ്റാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത്. അതിന്റെ നടപടികളൊക്കെ തന്നെ പുരോഗമിച്ച് വരികയായിരുന്നു. ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 5 വയസ്സുള്ള ആൺകടുവയാണ്. വയനാട് വൈൽഡ് ലൈഫിന്റെ 112 നമ്പർ കടുവയാണ്. പൂർണ്ണ ആരോഗ്യവനായ കടുവയാണ്. ഏത് സമയത്തും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാവിലെ 9 മണി മുതൽ തന്നെ കൃത്യമായിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. 80 അംഗ സംഘമാണ് 5 റേഞ്ച് ഓഫീസിൽ നിന്നുമായി 80 അംഗ സംഘമാണ് ഈ കടുവ ദൗത്യത്തിനായി ഇറക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും 2 കുങ്കി ആനകളെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യത്തിന് കൂടി മുതിർന്ന അല്പം മുമ്പാണ് കടുവയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവൊക്കെ തന്നെ പുറത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ കടുവയെ കാട് കയറ്റാൻ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൂട് വെച്ച് പിടികൂടുന്ന നടപടികളിലേക്ക് കടക്കും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക. എന്തായാലും ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത്. 9 മണിക്കാണ് ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ പടിക്കം വയൽ ഭാഗത്ത്, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് പടിക്കം വയൽ എന്ന് പറയുന്ന ഭാഗത്ത് ഉന്നതിയിലെ ഒരാൾ കടുവയെ കാണുന്നത്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നു. വനംവകുപ്പ് എത്തുന്നു, പരിശോധിക്കുന്നു. ഈ കാൽപ്പാടുകൾ കണ്ട വനംവകുപ്പ് കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നു ഇത് കടുവയാണെന്ന്. അതിനുശേഷം ഡ്രോൺ വരുന്നു. വൈകിട്ട് 5:30 ഇന്നലെ വൈകിട്ട് 5:30 ഡ്രോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുന്നു. അതോടുകൂടി പൂർണ്ണ ജാഗരൂകരായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ടുള്ള ഒരു വനംവകുപ്പിന്റെ ഭാഗത്തുള്ള നിരീക്ഷണമൊക്കെ നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചീക്കല്ലൂരിലെ പുളിക്കൽ എന്ന് പറയുന്ന ഈ ഒരു വയലിന്റെ ഭാഗത്ത് കടുവ എത്തിയതായിട്ട് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഈ ഒരു
ഭാഗത്തേക്ക് വനംവകുപ്പിന്റെ സംഘം നീങ്ങി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ ഒരു ഭാഗത്ത് കൃത്യമായി കൊണ്ട് കടുവയെ കണ്ടു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് വരെ കൃത്യമായി കൊണ്ടുള്ള ഒരു പരിശോധന വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള തെരച്ചിലുകളൊക്കെ തന്നെ നടത്തുമ്പോൾ വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഈ കടുവയെ കാട് കയറ്റുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് DFO നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിന്റെ തുടർന്നാണ് 7 മണിയോടുകൂടി പടക്കം പൊട്ടിച്ചത്. ആ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ റോഡ് ക്രോസ് ചെയ്തു തിരിച്ച് വീണ്ടും അതേ ഭാഗത്തേക്ക് പോയി. ആ ഭാഗത്ത് നിന്ന് തിരിച്ചോടുന്ന ദൃശ്യമാണ് നമ്മുടെ ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടി പകർത്തിയത്. കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം കടുവയുടെ വലുപ്പവും കടുവയുടെ ആരോഗ്യവും കടുവയുടെ ഓട്ടവും. ഒരു സെക്കൻഡ്, വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രമാണ് നമുക്ക് കടുവയെ കൺമുന്നിൽ കാണാൻ കഴിഞ്ഞത്. ആ കടുവ കണ്ട ഉടനെ തന്നെ മറ്റൊരു കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളോട് കൃത്യമായിക്കൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും ഈ ഭാഗത്ത് നിന്നുള്ള ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം കടുവ ഇപ്പോൾ ജനവാസ മേഖലയിലാണ്. ഏത് ഭാഗത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കും ഇപ്പോൾ വ്യക്തതയില്ല. കൃത്യമായിക്കൊണ്ട് നേരത്തെ ദൃശ്യങ്ങളിൽ അതിസാഹസികമായി ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ബബീഷ് കക്കോടിയാണ്. ബബീഷ് കക്കോടിയുടെ ക്യാമറയിലാണ് അതിസാഹസികമായ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കണ്ടോളി കണ്ടോളി